ഒടുവിൽ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ കാര്യം തുറന്നു പറയുന്നു. ക്രിസ്തുമതത്തിലെ പ്രബലരായ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗക്കാരാണ് ഇപ്പോൾ സത്യം തുറന്നു പറയുന്നത്. മണിപ്പൂരിലേത് വർഗീയ കലാപമല്ലെന്നും ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണെന്നുമുള്ള കാഴ്ചപ്പാടിലേക്കാണ് ഇരുസഭകളും എത്തിയിരിക്കുന്നത്. മണിപ്പൂരിലേത് ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാബ പറയുന്നു. മണിപ്പൂരിനെ കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവിടെ പള്ളിയെപ്പോലെ അമ്പലങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാകാം. മണിപ്പൂരിലേത് അടിസ്ഥാനപരമായി രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് മലങ്കര യാക്കോബായ സുറിയാനി സഭ മെത്രാപ്പൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസും പറയുന്നു. ഹിന്ദുക്കളും ക്രൈസ്തവരും മുസ്ലിങ്ങളും അക്കൂട്ടത്തിലുണ്ട്. കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് ക്രൈസ്തവർക്കാണ്. അതിനാലാണ് ക്രൈസ്തവ സമൂഹത്തിന് വലിയ ആശങ്കയുണ്ടായത്. ഇവരൊക്കെ നേരത്തെ മണിപ്പൂർ പ്രശ്നത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചവരാണ്. സത്യത്തിൽ ഇക്കാര്യം എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാവുന്നതായിരുന്നു. മണിപ്പൂരിൽ നടന്നത് കുക്കികളും മെയ്റ്റികളും തമ്മിലുള്ള ഗോത്രവർഗ സംഘർഷമായിരുന്നു. ഇരുവർക്കിടയിലും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമുണ്ട്. എന്നാൽ മെയ്റ്റികളിൽ ഹിന്ദുക്കൾ കൂടുതലും കുക്കികളിൽ ക്രിസ്ത്യാനികൾ കൂടുതലാണെന്ന് മാത്രം. ഇതിനു മുമ്പും ഇവർ തമ്മിലുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കുക്കികളും നാഗന്മാരും തമ്മിൽ നിരന്തര സംഘർഷം നടന്നിരുന്നു. രണ്ട് വിഭാഗത്തിലും ബഹുഭൂരിഭാഗം പേരും ക്രൈസ്തവ മതവിശ്വാസികളായിരുന്നു. ഇവർ തമ്മിലുള്ള സംഘർഷത്തിന് മതപരമായ പരിഗണനകൾ ആരും കൊടുത്തിരുന്നില്ല. രണ്ടും ക്രിസ്ത്യാനികൾ തന്നെ. ഇപ്പോൾ മാത്രം ഈ കലാപം എങ്ങനെ ക്രിസ്ത്യാനികളെ ആക്രമിക്കലാകും? ഈ കലാപം നടക്കുന്ന വേളയിൽ തന്നെ CBCIയുടെ പ്രതിനിധി സംഘം മണിപ്പൂരിൽ എത്തിയിരുന്നു. അവർ അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയതാണ്. മണിപ്പൂരിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മതമേധാവികളും ഇന്ത്യയിലെ അറിയപ്പെടുന്ന ക്രൈസ്തവ മതമേധാവികളും ഈ വിഷയത്തിൽ പ്രകോപനപരമല്ലാത്ത രീതിയിലാണ് പ്രതികരിച്ചത്. അവർ പറഞ്ഞത് ഇത് ഗോത്രവർഗ കലാപമാണെന്നാണ്. മുംബൈ ആർച്ച് ബിഷപ്പ് ഓസ്വാൾ ഗ്രേഷ്യസിനെ പോലെ പല പ്രമുഖ ക്രൈസ്തവ നേതാക്കളും ഇത് ഗോത്ര കലാപമാണെന്നും മതപരമല്ലെന്നും അന്നു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. ഈ ഗോത്രങ്ങൾ തമ്മിൽ ശത്രുത പണ്ടേ ഉണ്ടായിരുന്നതാണ്. അത് അക്രമത്തിലേക്ക് നീങ്ങി എന്ന് മാത്രം. അതിനും വളം വെച്ചത് നേരത്തെ ഉണ്ടായിരുന്ന ചില നിയമങ്ങളാണെന്നും ഓസ്വാൾ ഗ്രേഷ്യസ് പറഞ്ഞു. പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ആളിക്കത്തിക്കാൻ ആരും ശ്രമിക്കരുതെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞിരുന്നു. ഇതിൽ മതപരമായ തർക്കത്തിന് പ്രശ്നമില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പലരും സർക്കാരിന്റെ വീഴ്ചകളെ വിമർശിച്ചു കാണും. എന്നാൽ കേരളത്തിൽ ഇതുപോലെ ഒരു ദുഷ്ടലാക്ക് ആരും കാണിച്ചില്ല. കേരളത്തിലെ ശ്രമങ്ങൾക്ക് പിറകിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നേടാനുള്ള ഇടത് വലത് മുന്നണികളുടെ ശ്രമമാണ്. ക്രിസ്ത്യൻ വോട്ട് നേടാനായി പരിശ്രമിക്കാൻ ആർക്കും അവകാശമുണ്ട്. അത് മതവിദ്വേഷം ഉണ്ടാക്കിയിട്ടാകരുത്. ഏതെങ്കിലും ഒരു മതത്തിലെ ആളുകളെ മറ്റൊന്നിനെതിരെ തിരിച്ചുവിട്ടല്ല അത് ചെയ്യേണ്ടത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ യു.ഡി.എഫ് ഈ നുണ കാര്യമായി പ്രചരിപ്പിച്ചു. അത് ശരിക്കും വിദ്വേഷ പ്രചരണം തന്നെയായിരുന്നു. സുരേഷ് ഗോപി മത്സരിച്ച തൃശ്ശൂരിലും അവരത് ഉയർത്തിവിട്ടു. എന്നാൽ അതവർക്ക് ഗുണം ചെയ്തില്ല എന്നാണല്ലോ 3/4 ലക്ഷം വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചത് കാണിക്കുന്നത്. അതേസമയം മണിപ്പൂരിലെ ഗോത്ര കലാപം എന്നത് ശരിയാണെങ്കിലും ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തത് ആസൂത്രിതമാണെന്നാണ് ലത്തീൻ സഭ പറയുന്നത്. ഇനിയെങ്കിലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മതവിദ്വേഷം ഉണ്ടാക്കുന്ന പ്രചരണങ്ങൾ നടത്താതിരിക്കുകയാണ് നല്ലത്. ക്രൈസ്തവ സഭയിൽ തന്നെ അന്ധമായ UDF വിധേയത്വമുള്ള ചിലരുണ്ട്. അവരാണ് നാട്ടിനെ കുഴപ്പത്തിലേക്ക് നയിക്കുന്ന ഇത്തരം ദുഷ്പ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരം ശ്രമങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്.